പറയുന്നത് കാണുമ്പോൾ അതിനെതിരെ ഒരു ശബ്ദം പോലും മിണ്ടിയിട്ടില്ലെങ്കിൽ അവർ ഉസ്താദുമായുള്ള പൊരുത്തക്കേട് നമുക്ക് എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് നാം ഈ പ്രദേശത്ത് നമ്മുടെ ആ പാരമ്പര്യം നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ അടിസ്ഥാന ആശയങ്ങൾ ഉറച്ചു ഇരുന്നുകൊണ്ട് ഇവിടെ നമ്മുടെ വിജയികളെയൊക്കെ നമുക്ക് തുരത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം ആദ്യം ചെയ്യേണ്ടത്, അവരുടെ തുരത്താൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരെ പോയി എതിർക്കലല്ല. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മഹാന്മാരും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ആ മാതൃക അനുസരിച്ച് നമ്മുടെ ജീവിതം അത് ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടായിരിക്കണം ഈ വിധികളെ നമ്മൾ എതിർക്കേണ്ടത്. നമുക്കിപ്പോൾ വെറും കിതാബൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാവർക്കും മറുപടി പറയാൻ, അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മളത് ഹയാത്താക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ, നിങ്ങൾക്കറിയില്ലേ, ഇവിടെ മാലിക് ഇബ്നു ദീനാറും സഹാബികൾ ഇവിടെ കേരളത്തിലൊക്കെ വന്നുകൊണ്ട് അവരെങ്ങനെയാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തിരുന്നത്? അവരുടെ ജീവിതം കണ്ടുകൊണ്ടായിരുന്നു. ഇവിടെ മാറമറക്കാൻ അവകാശമില്ലാത്ത അവസരത്തിലും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ആ അവസരത്തിൽ ഇസ്ലാമിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ആ പാത അവർ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ടായിരുന്നു അവരൊക്കെ ഹൈന്ദവരും ക്രിസ്ത്യാനികളുമൊക്കെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് നാം നിസ്കരിക്കുകയും ഒരു SSFകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തലമറക്കാതെ ഇപ്പോഴും തലമറക്കാതെ ഇരിക്കുന്നത് എനിക്ക് തീർച്ചയായും വിയോജിപ്പുള്ള ഒരു കാര്യമാണ്. SSFന്റെ യോഗമായിട്ട് പോലും തലമറക്കാതെ വരിക എന്നുള്ളത് പറയുന്നത് അത് വളരെ മോശமான ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് നാമാണ് നിലനിർത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ആയിരിക്കണം അത് നാം കാണിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ സുന്നത്തുകളൊക്കെ ഹയാത്താക്കുന്നത് ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിച്ച് പോരാൻ എന്തോ മടി കാണിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അതിങ്ങനെ തൊള്ളുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇതാണ് ശരി മറ്റേ ശരിയല്ല ഇസ്ലാമിക അങ്ങനെ പറയലല്ല. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയും സിയാറത്ത് ചെയ്യുകയും തഹ്ലീലുകൾ നടത്തുകയും മൗലിദുകൾ പാരായണം ചെയ്യുകയും അങ്ങനെ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ നമ്മുടെ വീടുകളിലും നമ്മുടെ തൊട്ടടുത്ത വീടുകളിലും അങ്ങനെ നമ്മുടെ മഹല്ലത്തുകളിലും അങ്ങനെ ഈ ചുറ്റുഭാഗം പ്രദേശം അത് മുഴുവനും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മുടെ ഇതിലേക്ക് ആകർഷിക്കണം ആൾക്കാർ. അത് മാത്രം ലക്ഷ്യമാക്കരുത്, ആഖിറത്തിലുള്ള ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിലൂടെ പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. ഒരുപാട് ഇതൊന്നുമല്ല, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. SSFൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം, ഒരു SSF എളിയ പ്രവർത്തകനായത് കൊണ്ട് മാത്രം